ഈശോ തൻ്റെ 3 വർഷം നീണ്ട പരസ്യ ജീവിതത്തിനൊടുവിൽ തിരിച്ചറിഞ്ഞു, പിതാവ് തനിക്കായി നിശ്ചയിച്ച സമയം പൂർത്തിയായി. എല്ലാം അറിഞ്ഞ ക്രിസ്തു തൻ്റെ മരണത്തിൻ്റെ തലേ രാത്രി ശിഷ്യന്മാരോടൊപ്പം പെസഹ ഭക്ഷിച്ചു. എല്ലാ പെസഹായും പോലെ ആയിരുന്നില്ല ക്രിസ്തുവിൻ്റെ ഈ പെസഹ. 3 വർഷം കൂടെ കൊണ്ടു നടന്ന് ചങ്ക് പറിച്ച് സ്നേഹിച്ച പ്രിയ ശിഷ്യന്മാർ ഈ രാത്രി എന്നെ ഉപേക്ഷിക്കും. ഒരുവൻ 30 വെള്ളിക്കാശ് വില നൽകി എന്നെ ഒറ്റിക്കൊടുക്കും. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ പത്രോസ് അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ തള്ളിപ്പറയും. ശത്രുക്കൾ മരണക്കളത്തിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ ഭീരുക്കളെപ്പോലെ ഇരുട്ടിന്റെ മറവിൽ അവർ ഓടിയൊളിക്കും. പാപമറിയാത്ത എന്നെ ക്രൂശിക്കുക എന്ന് അവർ ഉച്ചത്തിൽ വിളിച്ചു പറയും. നാളെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ പരിഹാസങ്ങൾക്ക് നടുവിൽ ഒരു പാപിയെ പോലെ ഞാൻ മരണവേദന കൊണ്ട് പിടയും. നൊന്തുപെറ്റ പാവം എൻ്റെ അമ്മ സ്വന്തം മകൻ കുരിശിൽ കഠിനവേദന കൊണ്ട് പിടയുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായയായി കുരിശിനു താഴെ എന്നെ നോക്കി നിൽക്കും. നൊമ്പരപ്പെടുത്തുന്ന ഈ ഓർമ്മകൾ മനസ്സിനുള്ളിൽ അലയടിച്ചുയർന്ന ഒരു രാവ്. ഉപേക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും മറക്കാൻ കഴിഞ്ഞില്ല ആ ഗുരുവിന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്ന് പറഞ്ഞ് ദാസനെ പോലെ പാദത്തോളം താണ് കഴുകി ചുംബിച്ചു അവൻ. അപ്പം മുറിച്ച് ഇതെൻ്റെ ശരീരമാണെന്നും വീഞ്ഞിൽ മുക്കി പകുത്തു നൽകുമ്പോൾ ഇതെൻ്റെ രക്തമാണെന്നും അവൻ പറഞ്ഞത് നാളെ കാൽവരിയിൽ പൂർത്തിയാകേണ്ട തൻ്റെ തന്നെ ബലിയെക്കുറിച്ചായിരുന്നു. നാളെ തന്നെ കാത്തിരിക്കുന്ന പീഡകളുടെ ഓർമ്മ ഒരു കനൽ പോലെ മനസ്സിൽ ആളിക്കത്തുമ്പോഴും അപ്പാ നിന്റെ ഇഷ്ടം എന്ന് മാത്രം ആ ഹൃദയം മന്ത്രിച്ചുകൊണ്ടിരുന്നു. ആ മന്ത്രണം പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ബലി പൂർത്തിയാകുവോളം ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയോ സൂക്ഷിച്ചു വെച്ചു. കുർബാനയാകുവാൻ അവൻ മുറിച്ചു വിളമ്പിയത് സ്വന്തം ശരീരവും തൻ്റെ തന്നെ രക്തവുമായിരുന്നു. ശരീരത്തിൽ ചാലുകീറിയ ചമ്മട്ടിയിലും ആഴ്ന്നിറങ്ങിയ മുള്ളുകളിൽ പോലും അവൻ ചേർത്ത് വെച്ചത് കുർബാനയാകുവാൻ കൊതിച്ച തൻ്റെ ഹൃദയത്തിൻ്റെ അടങ്ങാത്ത സ്നേഹമായിരുന്നു. ഈ പെസഹ തിരുനാളിൽ നമുക്ക് ഓർക്കാൻ കഴിയട്ടെ, നീ അർപ്പിക്കുന്ന ഓരോ ബലിയിലും മുറിയപ്പെടുന്നത് അവൻ്റെ തന്നെ ശരീരവും അവൻ്റെ തന്നെ രക്തവുമാണെന്ന്. ഇനിയെങ്കിലും കാഴ്ചക്കാരാകാതെ ബലി അർപ്പിക്കുന്നവരാകാം നമുക്ക്.